സർവേ ഫലങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരംശം പോലും സർവേ ഫലം എന്തായാലും അതിനെ എതിർക്കുന്നില്ല, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ചില കാര്യങ്ങളിലൊക്കെ നാളെ ക്രിട്ടിസൈസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ക്രിട്ടിസൈസ് ചെയ്യണമെന്നും വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, സർവേ ഫലം പുറത്തേക്ക് വരുമ്പോൾ തെല്ലും ആശങ്കയില്ലാതെ തന്നെയാണ് ആ ഫലങ്ങളെ നോക്കിക്കാണുന്നത്. ആ ഫലങ്ങൾ എന്തായിരുന്നാലും ഇപ്പോൾ ജനങ്ങളാണല്ലോ മാൻഡേറ്റ് കൊടുക്കേണ്ടത്. ജനങ്ങൾ പറയുന്നു, ജനങ്ങൾ നിശ്ചയിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ അവർ തീരുമാനിക്കുകയാണ് ഈ സർക്കാർ വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ 10 വർഷം തുടർന്നവർ വേണ്ട, മാറി നിൽക്കട്ടെ, പ്രതിപക്ഷത്തിരുന്നവർ അധികാരത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞാലും സന്തോഷപൂർവ്വം തന്നെ ആ സർവേ ഫലങ്ങളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നാളുകളിലെ ജനവിധിയെ പോലും ഉൾക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ ഒരംശം സംശയമില്ല. കാര്യം അവരെ നയിക്കേണ്ടത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സർവേ എന്ന് പറയുന്നത്. എത്രത്തോളം ശരിയാകും, എത്രത്തോളം തെറ്റാകും, അതിൽ ഇവർ പറയുന്ന കാര്യങ്ങളിൽ ചിലരെ സംതൃപ്തിപ്പെടുത്താൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാളെ വിമർശിച്ചെന്നിരിക്കും എന്ന് കരുതിക്കൊണ്ട് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം സർവേ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം 10 വർഷത്തിന് ശേഷം ജനങ്ങൾ തീരുമാനമെടുക്കുകയാണ്, അവർക്ക് അടുത്തൊരു മാറ്റം വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വരട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നല്ലൊരു സംതൃപ്തി ഉള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പറഞ്ഞതൊക്കെയും ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. കൊടുത്ത വാഗ്ദാനങ്ങളിൽ 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പല ആനുകൂല്യങ്ങളും മുടങ്ങാതെ കൊടുത്തിട്ടുണ്ട്. അതിൽ 1 രൂപ പോലും ബാക്കി വെക്കാതെ കൊടുത്ത് തീർത്തിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. DA കുടിശ്ശികയുടെ കാര്യത്തിൽ മാത്രമാണ് നേരിയ ഒരു അപാകത സംഭവിച്ചത്. എന്നിരുന്നാൽ പോലും അതും പകുതിയോളം രൂപ കൊടുത്ത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അത് സ്കൂളുകളാകട്ടെ, ഹോസ്പിറ്റലുകളാകട്ടെ, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലെല്ലാം മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഈ സർക്കാർ 10 വർഷത്തിനിടയിൽ എങ്ങനെയാണ് ഈ നാട് വലിയ പ്രതിസന്ധിയിലേക്ക് പോയ കാലഘട്ടങ്ങൾ, ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തമായിക്കോട്ടെ, ഓക്കി ആയിക്കോട്ടെ, കൊറോണ ആയിക്കോട്ടെ, ഈ സന്ദർഭത്തിലെല്ലാം ജനങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു. അവരുടെ ജീവിതം താറുമാറാകാതെ അവരെ അണച്ചു നിർത്തി, അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ ഒരു നേതൃത്വമായി നിന്നുകൊണ്ട് ഒരു കവചമായി തീർത്തുകൊണ്ട് ആ മനുഷ്യരെയെല്ലാം സുരക്ഷിതമായി തന്നെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യങ്ങൾ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, അതിലെല്ലാത്തിലും ജനങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ല ഇനിയിപ്പോൾ മതപരമായിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തും ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ പോലും ഒരു തരത്തിൽ തെല്ലൊരു ദുഃഖം പോലുമില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇത്രയും കാലം 3.0 അതെ 3.0 എന്നുള്ള കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അത് വരാൻ തക്ക എല്ലാ കാര്യങ്ങളും ഒരു വീഴ്ചയുമില്ലാതെ, അഴിമതികളില്ലാതെ ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ നാട്ടിലെ ഒരു പറഞ്ഞില്ലേ, ഒറ്റയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് പറയണം. കാര്യം ഒരു സർക്കാരും അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷവും അതിന് ചുറ്റാകെ നിന്ന് ആക്രമിക്കാൻ BJP, കോൺഗ്രസ്, ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, മൗദൂദികൾ, SDPI, എന്തിനേറെ പറയുന്നു മാധ്യമങ്ങൾ, അങ്ങനെ അർജുനെ പോലെ ഒറ്റയ്ക്ക് നിന്ന് ഇവരെ മുഴുവൻ നേരിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അവിടങ്ങളിൽ നിങ്ങൾ ചിതറിച്ചില്ലാതാക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ വിജയമെന്ന് പറയും. എന്നിട്ടും ഏറ്റവും 3-ാം വട്ടവും നിങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനപ്പുറം ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ പോലും കഴിവ് ആരുടേതെന്ന് ജനം വിലയിരുത്തട്ടെ. അതുകൊണ്ട് സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരട്ടെ. സർവേ ഫലങ്ങൾ അനുകൂലമാണെങ്കിലും തിരിച്ചടിയാണെങ്കിലും അക്കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉറപ്പായിട്ടും വിലയിരുത്തും. അതിനപ്പുറത്തേക്ക് ജനം നിശ്ചയിച്ചിരിക്കുന്ന റിയാലിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും വളരെ ഹൃദയ വിശാലതയോടുകൂടി തന്നെ അതിനെ ഉൾക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാര്യം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് മാസ്റ്റേഴ്സ് എന്നുള്ള റിയാലിറ്റി ഉൾക്കൊള്ളുന്നു.